കലാമണ്ഡലം രചിത രവി. നമുക്ക് പേര് സൂചിപ്പിക്കുന്നിടത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഡോക്ടർ കലാമണ്ഡലം രചിത രവിക്ക് എന്തിലാണ്, ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്? എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് ബാലരാമഭരതം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അത് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന 18-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയായിരുന്ന കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹം രചിച്ചതാണ്. അതൊരു നാട്യശാസ്ത്ര ഗ്രന്ഥമാണ്. ഇപ്പോൾ ഈ ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ നാട്യകലയുടെ ഒക്കെ തന്നെ ഒരു പ്രാമാണിക ഗ്രന്ഥമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. അതേ തുടർന്ന് ധാരാളം ഗ്രന്ഥങ്ങൾ, ഈ നാട്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ഓരോ കാലഘട്ടത്തിലും രചിച്ചിട്ടുണ്ട്. അതിൽ താരതമ്യേന ആധുനികമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അതായത് ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും അവസാനത്തെ ഒരു ഗ്രന്ഥമാണ് കേരളത്തിലെ ഒരു ഭരണാധികാരി ആയിരുന്ന ഇദ്ദേഹം രചിച്ച ഈ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ പഠനവും അതിൻ്റെ അതിൽ നടൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നടശരീരം എങ്ങനെയാവണം, അതിൽ പ്രായോഗികമായിട്ടുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഗ്രന്ഥം പറയുന്നത്. അതിൻ്റെ പഠനമായിരുന്നു എൻ്റെ മോഹിനിയാട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു പഠിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മോഹിനിയാട്ടത്തിലേക്ക് ഇപ്പോൾ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അരങ്ങ് സമ്പ്രദായത്തെയാണല്ലോ ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ നൃത്തരൂപത്തിൻ്റെ ഒരു പൂർവ്വരൂപവുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഇപ്പോൾ മുദ്രകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണോ, ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിലനിന്നിരുന്ന ഒരു അരങ്ങ് സമ്പ്രദായത്തെ നമുക്ക് കുറച്ചുകൂടെ പരിചയപ്പെടാൻ പറ്റുന്ന മാർഗം എന്ന് പറയുന്നത് ഇത്തരം ഗ്രന്ഥങ്ങളാണ്, ഇത്തരം ടെക്സ്റ്റുകളാണല്ലോ. അപ്പോൾ ആ ഒരു പഠനമായിരുന്നു. ടീച്ചറെ, 2024 കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ടീച്ചർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് മോഹിനിയാട്ടം സബ്ജക്റ്റിനാണ്. അപ്പോൾ എന്താണ് മോഹിനിയാട്ടം? മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു നൃത്തരൂപമാണ്. അതായത് ആർക്കും, അതായത് ജാതി ഭേദ ദേശ വർഗ വർണ്ണഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഗ്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ മൂവ്മെൻ്റാണ്. എല്ലാ നൃത്തത്തിൻ്റെയും അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ പറയില്ലേ, ഇത് ഭരതനാട്യമാണ് അല്ലെങ്കിൽ ഇത് മോഹിനിയാട്ടമാണ്. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ വേഷം കണ്ടിട്ടായിരിക്കും മനസ്സിലാവുക. ഭരതനാട്യത്തിൻ്റെ ഒരു വേഷം കണ്ട ഇതാണ്, മോഹിനിയാട്ടമാണെങ്കിൽ വെള്ള കസവ് വസ്ത്രത്തിലാണെങ്കിൽ ഇത് മോഹിനിയാട്ടമാണെന്ന് പറയും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതിൻ്റെ ഒരു ചലന സമ്പ്രദായം ഭരതനാട്യത്തിൻ്റെ ഇങ്ങനെയായിരിക്കും, മോഹിനിയാട്ടത്തിൻ്റെ വേറെ തരത്തിലായിരിക്കും എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മോഹിനിയാട്ടം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നൃത്തരൂപമാണെന്ന് പറയാം. കാരണം നമുക്കിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് പെൻസിലോ അല്ലെങ്കിൽ ഒരു പെൻസിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്കെയിലിൻ്റെ ഒന്നും സഹായം ഇല്ലാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു റൗണ്ട് വൃത്തം വരയ്ക്കാനായിട്ട്, വെറുതെ കൈകൊണ്ട് വരയ്ക്കാനായിട്ട് അതിസൂക്ഷ്മമായിട്ടുള്ളൊരു ജാഗ്രത വേണം. അതേപോലെ തന്നെയാണ് മോഹിനിയാട്ടം. ഭരതനാട്യത്തിൻ്റെ ലൈൻസ് എല്ലാം ബോഡിയുടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മോഹിനിയാട്ടത്തിൽ വളരെ കേർവ്ഡ് ആയിട്ടുള്ള സെമി സർക്കിളായിട്ടുള്ള ലാസ്യം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലാസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ആ ഗ്രേസ് എന്ന് പറയുന്നത് മോഹിനിയാട്ടം ഡിമാൻഡ് ചെയ്യുന്ന ഒന്നാണ്. കുറച്ച് ശ്രമകരവുമാണ്. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധ രൂപേ കള്ളം കളഞ്ഞ് കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു
വിളയാടുക സരസ്വതി നീ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധ രൂപേ കള്ളം കളൻ കമലത്തിലെഴുന്ന ശക്തി. ടീച്ചർ നേരത്തെ ഈ സംസാരത്തിൽ നിന്ന് കിട്ടിയതുപോലെ ഇപ്പം കേരളത്തിലെ നൃത്തരൂപങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഭരതനാട്യവും മോഹിനിയാട്ടവും കേരളീയ സമൂഹം ഒരുപോലെ ആസ്വദിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഭരതനാട്യവും മോഹിനിയാട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു നർത്തകി എന്ന രീതിയിൽ കേരളത്തിൽ ഏറ്റവും തനതായി നിൽക്കുന്ന കലാരൂപം ഏതാണ്? ഭരതനാട്യം എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള ഒരു നൃത്തരൂപമാണ്. ഇപ്പോൾ ഭാരതത്തിലെ തന്നെ നൃത്തരൂപങ്ങളെ നോക്കുമ്പോൾ ഭരതനാട്യത്തിനൊരു ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. കാരണം അത് ദേവദാസി ട്രഡീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ദേവദാസി പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു നൃത്തരൂപമാണ്. അതിനെ മാറ്റം സംഭവിച്ച ഓരോ കാലഘട്ടത്തിലും അതിന് മാറ്റം വന്നുണ്ടായ ഒരു കലാരൂപമാണ് ഭരതനാട്യം. തമിഴ്നാടിൻ്റെ കലാരൂപമാണ്. പക്ഷെ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഒരു പാരമ്പര്യം, നമുക്കൊരു പഴക്കം മോഹിനിയാട്ടത്തിനില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകൾ വെച്ചിട്ട് മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വെച്ചിട്ട് നമുക്കൊരു 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ടൊക്കെയുള്ള ഒരു ചരിത്രം മാത്രമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. ആ അർത്ഥത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ ഒരു പഴക്കം ഭരതനാട്യത്തിൻ്റെ ഒരു പഴക്കം മോഹിനിയാട്ടത്തിനില്ല. പക്ഷെ മോഹിനിയാട്ടം ഒരു സമയത്ത് ഇത് നിരോധിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപമായിരുന്നു മോഹിനിയാട്ടം കേരളത്തിലെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വീണ്ടും ഇതിനൊരു പുനർജീവൻ നൽകിയത് കലാമണ്ഡലത്തിലൂടെയാണ് 1930 ശേഷം. ആ സമയത്ത് ശരിക്കും മോഹിനിയാട്ടത്തിൻ്റെ ഒരു രൂപീകരണ ഘട്ടത്തിൽ ഭരതനാട്യം ഒരു മാതൃകയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വളരെ അടുത്ത് കിടക്കുന്ന, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുള്ള നൃത്തരൂപമാണ് മറ്റു പല നൃത്തരൂപങ്ങളുമായിട്ടും. ഭരതനാട്യമായിട്ട് അതുകൊണ്ട് തന്നെ വളരെ അടുത്തൊരു ബന്ധം മോഹിനിയാട്ടത്തിനുണ്ട്. അതിൻ്റെ ഒരു ശരീരഭാഷയൊക്കെ വളരെ വ്യത്യസ്തമാണെങ്കിൽ കൂടി അതിൻ്റെ ആശയം, അവതരിപ്പിക്കുന്ന ആശയ തലത്തിലാണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു കച്ചേരി ക്രമത്തിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ സാമ്യമായിട്ട് അല്ലെങ്കിൽ അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് കലാരൂപങ്ങളാണ്. കേരളത്തിൽ നമുക്കെല്ലാം അറിയാം, ഭരതനാട്യം കാണുന്ന അത്രയും ആളുകൾ മോഹിനിയാട്ടം കാണുന്നുണ്ടോ? അതിന് വേറൊരു പ്രശ്നം അതിന് തിരിച്ച് പറയാനുള്ളത്, ഭരതനാട്യത്തിന് കിട്ടുന്ന അത്രയും വേദികൾ ഇവിടെ മോഹിനിയാട്ടത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പുതിയ തലമുറയൊക്കെ വളരെ വേഗത്തിൽ ഓടാൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കാലത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഒരു സ്പീഡ് മോഹിനിയാട്ടത്തിനില്ല. മോഹിനിയാട്ടം വിളംബ മധ്യമകാലത്തിൽ ആണ് അതിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു അവതരണ രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വൃത്തം വരയ്ക്കാൻ നമ്മൾ കൈകൊണ്ട് മറ്റു ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഒരു വട്ടം വരയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഈ ശരീരം കൊണ്ട് ഈ ഗ്രേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ്. വലിയ ഡെഡിക്കേഷൻ വേണ്ട ഒരു കലാരൂപമാണ്. അപ്പോൾ ആളുകൾ ഭരതനാട്യമാണ് ആദ്യം, ഇപ്പോൾ ഒരു കുട്ടി ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ ഭരതനാട്യമാണ് ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി വന്നിട്ട് മോഹിനിയാട്ടം പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. തീരെ ചെറിയ കുട്ടികൾക്ക് ആ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഒരു ശരീരഭാഷ ഉൾക്കൊള്ളാനുള്ള ഒരു പാകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ബൈ പ്രാക്ടീസ് അത് നേടിയെടുക്കേണ്ടതാണ്. അതേസമയം സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കേരള സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന നൃത്തോത്സവങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഭരതനാട്യത്തിന് കിട്ടുന്ന അത്രയും ഒരു പ്രയോറിറ്റി മോഹിനിയാട്ടത്തിന് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. ഒരു 10 നൃത്തം ഉണ്ടെങ്കിൽ അതിലൊരു 8 എണ്ണവും ചിലപ്പോൾ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ ആയിരിക്കാം, 2 മോഹിനിയാട്ടവും വയ്ക്കുക. അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ മോഹിനിയാട്ടത്തിന് മറ്റ് കലകളുടെ അത്രയാണ്ട് പ്രാധാന്യം കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ പോലും നൽകുന്നില്ല. നൃത്തോത്സവങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രം ഒരു ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് നമുക്കിനിയും ചിന്തിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. അത് മാത്രമല്ല, മറുനാടൻ നർത്തകിമാർക്ക് വലിയ അവസരം ഉണ്ട്. ഭരതനാട്യം ആണെങ്കിൽ തന്നെ കേരളത്തിൽ ഭരതനാട്യം ചെയ്യുന്ന നർത്തകിമാരുണ്ട്. പക്ഷെ എപ്പോഴും അത് ചെന്നൈയിൽ നിന്ന്, മദ്രാസിൽ നിന്നായിരിക്കും കൂടുതൽ നർത്തകിമാർ വരുന്നത്. തീർച്ചയായിട്ടും അവർ ഗംഭീര നർത്തകിമാരായിരിക്കാം, ഗംഭീര ഡാൻസേഴ്സ് ആയിരിക്കാം. പക്ഷെ അതേസമയം കേരളത്തിലും അതുപോലെ ഗംഭീര നർത്തകരുണ്ട്.
പക്ഷേ അവർക്കുള്ള ഒരു അവസരം കൊടുക്കാനോ അല്ല മോഹിനിയാട്ടത്തിനൊരു അവസരം കൊടുക്കാനോ എനിക്കിപ്പോൾ തോന്നുന്നു താരതമ്യേന കുറച്ച് പിന്നിലേക്കാണ് നമ്മുടെ സാംസ്കാരിക സംഘടനകളും സർക്കാരൊക്കെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തോന്നുന്നുണ്ട്. ടീച്ചർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 2016 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സംഗീത നാടക അക്കാദമിയുടെ ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം ടീച്ചർക്ക് ഇതിനു മുൻപ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ പുരസ്കാരങ്ങളുടെ നിറവിൽ നിൽക്കുമ്പോൾ ടീച്ചർ ഈ പുരസ്കാരങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുരസ്കാരം എപ്പോഴും നമുക്ക് സന്തോഷമാണല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് പുരസ്കാരങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് ബിസ്മില്ലാ ഖാൻ 2016 കിട്ടുന്നത് മോഹിനിയാട്ടത്തിന് വളരെ കുറവാണ്. ബിസ്മില്ലാ ഖാൻ കിട്ടിയ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം അതിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഭരതനാട്യത്തിനോ അല്ലെങ്കിൽ മറ്റ് കഥക്കിനൊക്കെ കിട്ടുന്ന അത്രയും ഒരു പ്രാധാന്യം മോഹിനിയാട്ടത്തിന് അവിടെയും ലഭിക്കാറില്ല. അപ്പോൾ 2016 ബിസ്മില്ലാ ഖാൻ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ കിട്ടിയിട്ടുള്ള ഒരേ ഒരാൾ മേതിൽ ദേവികയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് ശേഷം വരുന്ന ഒരു ബിസ്മില്ലാ ഖാനാണ്. ഒരു പക്ഷേ അതിന് മുന്നേ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ എന്തായാലും 1-2 അതിൽ കൂടുതൽ ആളുകളില്ല. അപ്പം എന്നെ സംബന്ധിച്ച് 16 മുന്നേ. അപ്പം എന്നെ സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് കേരള കലാമണ്ഡലത്തിൽ പഠിച്ച ഒരാൾക്ക് ആദ്യമായിട്ടാണ് മോഹിനിയാട്ടത്തിന് അത് കിട്ടുന്നത്. അപ്പം അത് വലിയ സന്തോഷമായിരുന്നു. മാത്രമല്ല എനിക്കത് കുറച്ചും കൂടെ നമ്മുടെ രംഗത്ത് നമുക്ക് നിൽക്കാനുള്ള ഒരു ഊർജം, നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്ന് വരുമ്പോൾ അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. 2016 ശേഷം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മേതിൽ ദേവികയ്ക്കും അതുപോലെ തന്നെ ഡോക്ടർ രജിത രവിക്കുമാണ് ഈ ബിസ്മില്ലാ ഖാൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ഈ 2024 വരെയുള്ള കാലയളവിൽ വേറെ ആർക്കെങ്കിലും ഈ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ബിസ്മില്ലാ ഖാൻ അവാർഡ് ലഭിച്ചതായിട്ട് അറിയുമോ? ഉണ്ട്. അതിനിടയിൽ അനുപമ മേനോൻ എന്ന് പറഞ്ഞൊരു നർത്തകിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് വിദ്യ എന്ന് പറഞ്ഞൊരു നർത്തകിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ 3-4 പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 16 ശേഷം പ്രാചീന നൃത്ത കലാരൂപമായ ദേവദാസി നൃത്തത്തിൽ നിന്ന് രൂപാന്തരം വിട്ട് വന്നതാണ് മോഹിനിയാട്ടമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൃത്ത തൽപരനായിട്ടുള്ള നടരാജനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പണ്ട് പ്രാചീന കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഉടലെടുത്ത ഒരു രൂപമാണ് ദേവദാസി നൃത്തം എന്ന് പറയുന്നത്. അതിൽ നിന്ന് അത് മോഹിനിയാട്ടമായി രൂപപരിണാമം സംഭവിച്ചപ്പോഴും ഇത് ക്ഷേത്രകലയും വിശ്വാസവും ആചാരവും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴും മോഹിനിയാട്ടം എന്ന കലാരൂപം മുന്നോട്ട് പോകുന്നത്. എന്നും ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തനത് കലാരൂപം ഈ ക്ഷേത്രാചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതിൽക്കെട്ടിനകത്ത് നിൽക്കേണ്ടതാണ് എന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഇന്ന് കാണുന്ന മോഹിനിയാട്ടം ഒരിക്കലും ഒരു ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി വളർന്നു വന്നതേ അല്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചോദിച്ചതുപോലെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നതിനും നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ, വസ്തുതാപരമായിട്ട് അത് അങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരതനാട്യത്തിന് അത്തരത്തിലുള്ളൊരു പാരമ്പര്യം ഉണ്ട്. ഒരു സമയം വരെ മോഹിനിയാട്ടത്തിൽ ചരിത്രകാരന്മാരും മോഹിനിയാട്ടത്തിൽ ഗവേഷണം നടത്തുന്നവരൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞിരുന്നത്, ഇത് ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കലാരൂപമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ഡോക്ടർ പി സോമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പഠനം വന്നു. അതിൽ ചരിത്രമില്ലാത്ത മോഹിനിയാട്ടം എന്നാണ്. മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രം ദേവദാസി സമ്പ്രദായവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം അത് സമർത്ഥിക്കുന്നുണ്ട്. അതിന് പറയുന്ന പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ദേവദാസികൾ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ അവശേഷിപ്പുകൾ, ആ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾ ഇന്നും തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ഒറീസയിലുണ്ട്. അവർക്ക് വേണ്ടി പതിച്ചു കൊടുത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഭൂമിയുടെ ഒക്കെ രേഖകളുണ്ട്, അല്ലെങ്കിൽ കൊട്ടാരങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള പണത്തിൻ്റെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ രേഖകൾ ഉണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നമുക്ക്
അത്തരത്തിലുള്ള ഒരു രേഖകളും ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഹിനിയാട്ടക്കാരികൾക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. അതിൽ തന്നെ ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ദേവദാസികൾ വന്ന് അവിടെ നൃത്തം ചെയ്തിരുന്ന അത് ഈ തഞ്ചാവൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് കുംഭകോണത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ദേവദാസികളായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് പണം കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നുള്ള രേഖകളിൽ നിന്ന് മനസ്സിലാക്കും. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേത്ര മാതൃകകൾ നോക്കിക്കഴിഞ്ഞാൽ നൃത്തമണ്ഡപങ്ങളില്ല. അപ്പോൾ നൃത്തമണ്ഡപങ്ങളില്ലാത്ത ഇപ്പോൾ തഞ്ചാവൂരോ ചിദംബരമോ ഒക്കെ കാണുന്ന പോലെയുള്ള വലിയ പെരിയ കോവിലുകളല്ല ഇവിടെയുള്ളത്. ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നിരുന്ന കലകൾ കൂടിയാട്ടവും കൂത്തുമൊക്കെയാണ്, നങ്ങിയാർ കൂത്തൊക്കെയാണ്. അതൊരു സമുദായം ചെയ്തിരുന്ന കലകളാണ്. പക്ഷെ മോഹിനിയാട്ടം അങ്ങനെ വന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് നിലവിൽ ബുദ്ധിമുട്ടാണ്. അതെ, അപ്പോൾ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് രൂപീകരണം നടത്തിയതാണ് തീർച്ചയായിട്ടും. ദേവദാസികളുടെ നൃത്തം അവരിവിടെ വന്ന് നൃത്തം ചെയ്തിരുന്നു. മോഹിനിയാട്ടം രൂപീകൃതമായത് നമുക്ക് ഇന്ന് കാണുന്ന മോഹിനിയാട്ടത്തിൻ്റെ ഒരു പൂർവ്വരൂപം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെയൊക്കെ ഒരു സമയത്ത് 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് ഒക്കെ സമയമാണ്. ആ സമയത്ത് ഈ ദേവദാസികൾ ഇവിടെ നൃത്തം ചെയ്തിരുന്നു. ആ നൃത്തം കണ്ട് അതിലുള്ള ചില കാര്യങ്ങൾ ഇവിടുത്തെ ദേശീയ നൃത്ത സമ്പ്രദായവുമായി ബന്ധപ്പെടുത്തിയിട്ടാവാം മോഹിനിയാട്ടത്തിൻ്റെ ഒരു പൂർവ്വരൂപം ഉണ്ടായിരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി ഇതാണ് എന്ന് പറയാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിൽ ഇനിയും ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പടപൊരുതി ജയം നേടിയ ഒരു നാട്ടിൽ നവോത്ഥാനം ഉഴുതുമറിച്ച കേരളത്തിൻ്റെ മണ്ണിൽ അന്യമതത്തിൽ പെട്ടുപോയി ജനിച്ചുപോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മൻസിയ എന്ന പേര് ഉള്ള ഒരു അതുല്യ നൃത്തപ്രതിഭ ഈ അടുത്ത കാലത്ത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിനകത്ത് നൃത്തം കളിക്കാനുള്ള അനുവാദം ആദ്യം കൊടുക്കുകയും അവരുടെ പേര് ഒരു മുസ്ലിം നാമധേയമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്ന് ഒഴിവാക്കുകയുണ്ടായി. ഇപ്പോൾ കേരള കലാമണ്ഡലത്തിലെ UGC ഗ്രേഡുള്ള ആദ്യത്തെ അധ്യാപിക എന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ കലാമണ്ഡലം വിജയിത രവി. എങ്ങനെയാണ് ഈ പ്രവണതയെ നോക്കിക്കാണുന്നത്? അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇത് സത്യത്തിൽ സമൂഹത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമായിട്ടാണല്ലോ ഈ കലാസമൂഹം നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ ശാരദ മുരളീധരൻ മാമിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും സമുന്നതമായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ലേഡിയാണ്. പക്ഷെ നിറത്തിൻ്റെ പേരിൽ അവർക്ക് അവഹേളനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നി. ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരാൾക്ക് ഇങ്ങനെയെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞ അതേ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കലാസമൂഹവും നിലനിൽക്കുന്നത്. അത് നിറമാണെങ്കിലും ജാതിയാണെങ്കിലും മതമാണെങ്കിലും കലയ്ക്ക് അത് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ആരാണ് തിരിച്ചറിയേണ്ടത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ എത്രമാത്രം നവോത്ഥാനം പറയുമ്പോഴും ജാതി എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സത്യമാണ്, ഒരു മനസ്സിലുള്ളൊരു സത്യമാണ്. കൂടൽമാണിക്യം വിഷയത്തിൽ എനിക്കറിയില്ല, വളരെ പുരോഗമനപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഫെസ്റ്റിവൽസൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളരെ നല്ല രീതിയിൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമായിരുന്നു. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അതൊരു വിഷമം തോന്നി. അത് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ഒരു തലമുറ വളർന്നു വരികയും അതിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തുകയും ചെയ്യുക. നമ്മുടെ വീടിനകത്തും നമ്മുടെ മനസ്സിനകത്തൊക്കെ മാറ്റം വന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കത് വളരെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പക്ഷെ അതേസമയം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് മൻസിയയ്ക്ക് കുറച്ച് വേദികൾ കൊടുത്തു നമ്മുടെ കലാസാംസ്കാരിക സംഘടനകൾ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയിലുണ്ടായി. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, വളരെ ക്ഷണികമായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എടുക്കുന്നത്. അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മൻസിയ മാത്രമല്ല, മൻസിയെ പോലെ വലിയൊരു വിഭാഗം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൻസിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ തഴയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്. അപ്പോൾ മൻസിയേക്കാളും അല്ലെങ്കിൽ അത്ര പോലും പ്രിവിലേജ് ഇല്ലാത്ത കുറേ ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം, നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ഇതിനൊരു
ഒരു ഒരു എന്താ പറയുക മാർഗം കണ്ടെത്താനായിട്ട്, ഇത്തരത്തിൽ ഇല്ലാതിരിക്കാനുള്ളൊരു മാർഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കലയ്ക്ക് പിന്നെ അത് മാത്രമല്ല, ഈ കലയുടെ ആരാണ് ഇതിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നത്? അത് ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. ചില കലകൾ അത് ഞങ്ങളുടേതാണ്, ചില കലകളുടെ ഒരു പാറ്റന്റ് അത് നമുക്കാണ് എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളുടെ പാറ്റന്റ് അല്ലേ, അതൊക്കെ നമുക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം വിഘ്നേഷ് പുത്തൂരിൻ്റെ ഇപ്പോൾ സാന്ദർഭികമായിട്ട് എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറയാണ്, ഒരു ഇൻ്റർവ്യൂ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ പല കമൻറ്റും കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്ന ആൾ മലപ്പുറത്ത് നിന്നുള്ളൊരു കുട്ടിയാണ്, എന്തുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞു, മലയാളി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഈ കലയുടെയൊക്കെ പാറ്റന്റ് ആരാ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കാനുണ്ടായ ഒരു കാരണം. അപ്പോൾ സത്യത്തിലെ കല എന്ന് പറയുന്നത് ഇതൊരു പെർഫോമൻസ് ആയിട്ട് ആർട്ടിസ്റ്റുകളും കാണേണ്ടതുണ്ട് കേട്ടോ. അതുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ 10 ദിവസം വ്രതമെടുത്ത് ഞാൻ ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഉള്ള ഒരു വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ പെർഫോമൻസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് ഇതിനെ കൂടുതൽ അനുഷ്ഠാനപരമാക്കുന്നത്? ആരാണ് ഇതിനെ കൂടുതൽ ഇത്തരത്തിൽ ദൈവികമാക്കുന്നത്? ദൈവികത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആർട്ടിന് ഒരു പ്യൂരിറ്റി ഉണ്ട്. അത് നമ്മൾ ആ ആർട്ടിനോട് കാണിക്കുന്ന ഒരു സത്യസന്ധതയാണ്, അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനാണ് ഇതിൻ്റെ ഒരു ദൈവികത നിശ്ചയിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കതിനോട് ആത്മീയമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാവാം. പക്ഷെ ഞാനിത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര ദിവസം വ്രതം എടുത്തിട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അതെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനൊരു മതപരമായിട്ടുള്ളൊരു വേറെ തരത്തിലുള്ള ഒരു മുഖം ഇതിന് ചാർത്തി കൊടുക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, മുഖ്യധാരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് വ്യക്തിപരമായ താല്പര്യമായിരിക്കാം, പക്ഷേ അത് വ്യക്തിപരമായ താല്പര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിളിച്ചു പറയാതിരിക്കുക എന്നുള്ളൊരു മാന്യത, അത് വളരെ സ്വകാര്യമാണ്. എൻ്റെ വിശ്വാസം, എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്, എൻ്റെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ അത് ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ആളുകൾ അത് പറയുമ്പോൾ അത് സമൂഹം കേൾക്കുന്നു. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണം, ഇത് ചെയ്യണമെങ്കിൽ ഇന്ന ജാതിയാവണം, അല്ലെങ്കിൽ ഉയർന്ന ശ്രേണിയിൽ ഉണ്ടായിരിക്കണം, ദൈവവിശ്വാസം ഉണ്ടാവണം എന്നൊക്കെ. അപ്പം ഇതിന് പെർഫോമൻസ് ആയിട്ട് ഇതിനെയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ വലിയ അപകടമാണ്. ഇതിൽ ഇപ്പം ടീച്ചർ പറഞ്ഞ ഇതിനോട് ഒരു ക്ലബ് ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യും. ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ചുവടുകൾ പിടിച്ചുകൊണ്ടാണ് കേരള കലാമണ്ഡലത്തിൻ്റെ തുടക്കം. ഒരു പരിധി വരെ ഇപ്പോഴും ഈ വർത്തമാനകാലത്തിലും ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ആ അടരുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കലാമണ്ഡലം മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറിയ സംസാരത്തിനിടയിൽ എനിക്ക് തോന്നിയത് ടീച്ചർ ഒന്നുകൂടി പ്രോഗ്രസീവായിട്ട് കലയെയും ആർട്ട് ഫോമുകളെയും വീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ ടീച്ചറുടെ കളരികളിൽ, ടീച്ചറുടെ സ്റ്റുഡൻസിനകത്തേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് ഈ പറയുന്ന ജാതീയതയും മതവും വിശ്വാസവും അല്ലെങ്കിൽ ആചാരവും അനുഷ്ഠാനമൊക്കെ ഉണ്ടായി വരുന്നത്. അത് വളർത്താൻ പലതരത്തിലുള്ള ഇടപെടലുകളും ബാഹ്യ ഇടപെടലുകളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ കാലത്ത് ടീച്ചറുടെ കുട്ടികളോട് ഇതൊന്നും ശരിയല്ല എന്നും കലയെ കലയായി കാണണമെന്നും അതിൻ്റെ പവിത്രതയെ മനസ്സിലാക്കണമെന്നും അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും മതമല്ല, ജാതിയല്ല, മനുഷ്യനാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം കൊടുക്കാൻ ടീച്ചർ ശ്രമിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ശ്രമിക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നൃത്തം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നൃത്തം മാത്രം പഠിപ്പിക്കലല്ല ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യം. നൃത്തം പഠിപ്പിക്കുക എന്ന് വെച്ചാൽ നൃത്തം മാത്രം പഠിപ്പിക്കലല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹം എന്താണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഒരു നർത്തകിക്ക് ബോധം ഉണ്ടാവണം. ഞാനൊക്കെ പഠിച്ച ഒരു സമയത്ത് എൻ്റെ കളരികളിൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊന്നും ഒരു സാധ്യതയേ ഇല്ല. എന്താണോ ഗുരു പറയുന്നത് അതുപോലെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും ചില പേടികൾ കൊണ്ടോ അല്ലെങ്കിൽ
ചോദിക്കാനുള്ളൊരു മടി കൊണ്ടൊക്കെ അത് ചോദിക്കാതെ വെച്ചിട്ടുള്ള പല സംശയങ്ങൾ ഇന്നും മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇപ്പം അത്തരത്തിലൊരു സാഹചര്യമല്ല, കുട്ടികളും അങ്ങനെയല്ല. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളൊരു കാര്യം, നിരന്തരം നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. ആദ്യം പറയുന്ന ഒരു കാര്യം, പത്രം വായിക്കണം. പത്രം വായിക്കാൻ അച്ചടി മാധ്യമം വായിക്കുക എന്നുള്ള അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയിലാണോ വായിക്കാൻ സാധിക്കുന്നത്, വായിക്കട്ടെ, അവർ കാണട്ടെ. അവർക്ക് ഒരു രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും സാംസ്കാരിക ബോധവും താൻ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചൊരു ബോധവും ഇല്ലെങ്കിൽ നല്ല നർത്തകികളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. നൃത്തം ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറും ശരീരം കൊണ്ട് മാത്രമല്ല. ശരീരം എന്ന് പറയുന്നത് ടൂളാണ്, പക്ഷെ നൃത്തം ചെയ്യുന്നത് നമ്മുടെ ബോധം കൊണ്ട് കൂടിയാണ്. ഈ ബോധം എന്ന് പറയുന്നത് വളരെ സമകാലികമായിട്ട് നിലനിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജീവിക്കുന്ന നൂറ്റാണ്ട് ഏതാണെന്ന് ഒരു നർത്തകിക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ നൃത്തം ഏതോ ഒരു നൂറ്റാണ്ടിൽ നിൽക്കുന്ന ഒന്നായിട്ടും അവർ ജീവിക്കുന്ന കാലഘട്ടം മറ്റൊരു നൂറ്റാണ്ടിലായിട്ടും മാറിപ്പോവും. അതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നോ? ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഇവിടെ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല, പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ PG ചെയ്തത് കാലടിയിലാണ്. കാരണം ഞാൻ ഡിഗ്രി ഇവിടെയാണ് എഴുതിയത്, പക്ഷേ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റൊക്കെ കാലടി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റഡ് ആയിട്ടായിരുന്നു ആ സമയത്ത് ചെയ്തത്. PG ചെയ്തത് ഞാൻ കാലടിയിൽ പോയിട്ടായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എന്താണെന്നൊക്കെ എനിക്ക് ആദ്യം മനസ്സിലാവുന്നത് കാലടി കണ്ടിട്ടാണ്. ഞാൻ വളരെ സന്തോഷത്തോടും വളരെ സ്നേഹത്തോടൊക്കെ കൂടിയിട്ടാണ് എനിക്ക് ആ യൂണിവേഴ്സിറ്റി ആലോചിക്കാൻ പറ്റുക. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരെ കുറിച്ചിട്ടും അവിടെ എന്നെ പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതുമായിട്ടുള്ള, ഇപ്പോൾ നിരന്തരം ക്ലാസ്സിലിരുന്നിട്ടില്ലെങ്കിലും അവിടെ ജോലി ചെയ്തിരുന്ന അധ്യാപകർ, അവരുടെ ഒരു ചർച്ചകൾ, ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അത്തരത്തിലുള്ളൊരു ചർച്ചകളൊന്നും ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള പരിശീലനം, നമ്മുടെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ബോഡി, ഡാൻസർ ബോഡി എന്ന് പറയുന്ന ഒരു സംഗതി, അത് കലാമണ്ഡലത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വേറെ തലത്തിലുള്ള പല കാര്യങ്ങൾ പുറത്തുനിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തിരിച്ച് വീണ്ടും ഇവിടെയാണ് റിസർച്ച് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നു, പിന്നീട് ഇത് യൂണിവേഴ്സിറ്റി ആവുന്നു. എങ്കിലും ഇപ്പോഴും ആ പണ്ട് പഠിച്ച അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സിസ്റ്റത്തിൻ്റെ പല പല അവശേഷിപ്പുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മാറേണ്ടതുണ്ട്, തീർച്ചയായിട്ടും അത് മാറേണ്ടതുണ്ട്. ഈ കാലം എന്താണെന്നുള്ളത് ഇവിടെയുള്ള ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് എല്ലാവരും ഒരേ മനസ്സോടു കൂടി തന്നെ ആ രീതിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോമാണ് പഠിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, മോഹിനിയാട്ടം എന്ന് പറയുന്നൊരു ഫോം 4 വർഷം ഇവിടെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഡിഗ്രി ആയിപ്പോൾ 8 വർഷമായി, PG ആയിപ്പോൾ 10 വർഷമായി. ഇതിങ്ങനെ വെറുതെ ഇനങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. PG സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിവുണ്ടാവണം. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ PG ലെവലിലാണ് കുറച്ചും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഡിഗ്രി തലം തൊട്ടൊക്കെ തുടങ്ങേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ആ രീതിയിലൊക്കെ ആലോചിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ FAUGP 4 ഇയർ UG പ്രോഗ്രാം ഞങ്ങൾ ജൂണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ തരത്തിലുള്ള സിലബസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും. കലാകാരനും കലാകാരിയും ഒരിക്കലും ഒരു കലാപകാരിയാകരുത് എന്നുള്ളതുണ്ട്. പക്ഷേ അവൻ നിരന്തരം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കലഹിച്ചുകൊണ്ടേയിരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നൊരു കാലമാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അനിവാര്യമായ മാറ്റത്തിന് വേണ്ടി കലാമണ്ഡലത്തിലെ അധ്യാപിക എന്ന രീതിയിൽ കലഹിച്ചുകൊണ്ടേയിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, പ്രത്യേകിച്ച് ഇതിപ്പോൾ ശാസ്ത്രീയ കല എന്ന് ഞാൻ മോഹിനിയാട്ടത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കലകളും, കാരണം ഈ ശാസ്ത്രീയ കല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് ഇല്ലാത്തൊരു ഹൈപ്പ് എവിടെ നിന്നോ വരുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് അങ്ങനെയാണ് തോന്നുക. നാടൻ കല എന്ന് പറയുമ്പോൾ അതെന്തോ വേറെ ഒന്നാണ് ഇത്. അതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരിക്കലും മോഹിനിയാട്ടം ഒരു കേരളത്തിൻ്റെ ശാസ്ത്രീയ കലയാണ് എന്ന ഡയലോഗ് ഒരിക്കലും പറയാത്ത ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ മോഹിനിയാട്ടം കേരളത്തിൻ്റെ ഒരു നൃത്തകലയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പം ഞാനത് പറഞ്ഞത് എന്തുകൊണ്ട് വേറൊരു കോണ്ടെക്സ്റ്റിൽ അത് പറയാൻ വന്നത്, കാരണം പ്രത്യേകിച്ച് ഇത്തരം കലകൾ കൈകാര്യം ചെയ്യുന്നവർക്കൊരു ധാരണയുണ്ട്, നമ്മൾ സമൂഹത്തിൽ നടക്കുന്നൊന്നും നമ്മളെ ബാധിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വളരെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ ജീവിക്കുന്ന കലാജീവിതം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം
പഴക്കമുള്ള അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ആരുടെയൊക്കെയോ ഭാവനയിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിതിനെ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സമൂഹമായിട്ട് ഇതെങ്ങനെ ഇത് കണ്ടംപററി ആവുക, അല്ലെങ്കിൽ ഇതെന്താ ഇതിനൊരു കണ്ടംപററി ആയിട്ടുള്ളൊരു പ്രാധാന്യം എന്താണ് എന്നൊക്കെ സത്യത്തിൽ സംശയമുണ്ട്. എൻ്റെ കുട്ടികൾക്കൊക്കെ തോന്നിയിട്ടുള്ള പല സംശയങ്ങളാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കലാകാരൻ എന്ന ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ സമകാലികമായി ഇരിക്കുക, നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക, വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സമകാലീനത. അത് നമ്മുടെ കലയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്. വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ആർജിക്കുന്ന അറിവുകളാണ് എൻ്റെ അരങ്ങിൽ വരുന്നത്, എൻ്റെ കൊറിയോഗ്രാഫിയിൽ വരുന്നത്. തിരിച്ചും അതാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്നെ സ്വാധീനിക്കുന്നത്. ഞാൻ ശീലിക്കുന്ന കലയുടെ ഒരു അച്ചടക്കവും ആ കലയുടെ ഒരു മറ്റ് പല ഘടകങ്ങളും എന്നെ വ്യക്തി എന്നുള്ള രീതിയിൽ തിരിച്ചും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടംപററി സ്വഭാവം എങ്ങനെ നിർണ്ണയിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ക്ഷണത്തിൽ ജീവിക്കുക, ഈ കാലത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്, അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മോഹിനിയാട്ടം മോഹിനികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഒരു നൃത്തരൂപമാണ്. അതിൽ പുരുഷന്മാർക്ക് അതിൽ സ്ഥാനമില്ല എന്ന രീതിയിൽ കേരള കലാമണ്ഡലത്തിൻ്റെ മുൻ നിർവാഹക സമിതി അംഗമായിട്ടുള്ള സത്യഭാമ ടീച്ചർ ഈ അടുത്ത് ഒരു പരാമർശം നടത്തുകയുണ്ടായി. സത്യത്തിൽ ഈ മോഹിനിയാട്ടത്തിന് ജാതി, മതം, നിറം എന്നീ വ്യത്യാസങ്ങളുണ്ടോ? ഇനിയിപ്പം ടീച്ചറുടെ വാക്കുകളെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, അതായത് മോഹിനിയാട്ടം മോഹിനികളുടേതാണ് എന്ന രീതിയിൽ അങ്ങനെ പറയുകയാണെങ്കിൽ, ഭരതനാട്യം ഭരതൻ്റെ നാട്യമല്ലേ, പുരുഷൻ്റെ നടനകലയല്ലേ? ഓക്കെ, ഇത് വലിയ വിവാദമായ ഒരു വിഷയമാണല്ലോ. സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, മോഹിനിയാട്ടം ആർക്കും ചെയ്യാവുന്ന ഒരു കലാരൂപമാണ്. പക്ഷെ ഭംഗിയായി ചെയ്യണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ള അത് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളൊരു കാര്യം. അതിൽ മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് മോഹിനിയാട്ടം എന്ന പേര് തന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥം ദ ഡാൻസ് ഓഫ് എൻചാൻഡ്രസ്, മോഹിനിമാരുടെ നൃത്തം എന്നാണ്. പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഐഡൻറ്റിറ്റി വെളിവായി കഴിഞ്ഞു അല്ലേ? ഇപ്പം നിങ്ങളുടെ പേര് സുഭാഷ് എന്ന് പറയുമ്പോൾ അത് ആണാണ്, രചിത എന്ന് പറയുമ്പോൾ അത് പെണ്ണാണ് എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടി. പേരിട്ട് കഴിയുമ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി. സത്യത്തിൽ കേരള കലാമണ്ഡലം ഇതിൽ മോഹിനിയാട്ടം വന്ന സമയത്ത് വീണ്ടും ഇത് നശിച്ചു പോയി, അല്ലെങ്കിൽ ആരും ഞാനൊരു മോഹിനിയാട്ടക്കാരിയാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടാതിരുന്നൊരു കാലത്താണ് വള്ളത്തോൾ ഇവിടെ മോഹിനിയാട്ടം വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൃണാളിനി സാരാഭായിയുടെ വാക്കുകൾ അവരെ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്കൊരു പുതിയ ആർട്ട് ഫോം ഉണ്ടാക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിലനിന്നിരുന്ന ഒരു ആർട്ട് ഫോം, അത് ഒരു നൂറ്റാണ്ടോളം വിസ്മൃതിയിലാണ്ടുപോയ ഒരു കലാരൂപം, അതിനെ വീണ്ടും സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുള്ള ചില അറിവുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ വീണ്ടും റിഫോം ചെയ്തെടുക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് കലാമണ്ഡലത്തിൽ നടന്നത്. സത്യത്തിൽ ആ സമയത്ത് വള്ളത്തോൾ ആഗ്രഹിച്ചതിന് കൈരളി നൃത്തം എന്ന് പേരിടണം എന്നായിരുന്നു. അത് കൈരളി നൃത്തം, അത് കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചില്ല. അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു എന്നൊരു രേഖയുണ്ട്. സത്യത്തിൽ അത് വളരെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വിവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ഇപ്പം സാധാരണ ഒരാൾക്ക് മോഹിനിയാട്ടം എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ രൂപം എന്ന ഒരു ധാരണ കൈവരുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ മോഹിനിയാട്ടത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മോഹിനിയാട്ടത്തിൽ സ്ത്രീകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്നതും മാത്രമല്ല, കലാമണ്ഡലമാണല്ലോ ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. പിന്നീട് ഇപ്പോൾ RLV ആണെങ്കിലും കാലടിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി 1930 തൊട്ടുള്ള ഒരു ബോധന ക്രമം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മോഹിനിയാട്ടത്തിൽ. സ്ത്രീകൾ മാത്രം പഠിപ്പിക്കുന്നു, സ്ത്രീകൾ മാത്രം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ത്രീകളുടെ ശരീരം, അത് ഫെമിനിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബോധപൂർവമാവുന്നതല്ല, ഒരു സ്ത്രീ ആണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് പരിചിതമായ ശരീരഭാഷയോ അല്ലെങ്കിൽ അവർക്ക് സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ശരീരഭാഷ ഉണ്ടായിരിക്കും. ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അതിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ നടന്നിട്ടുള്ളൂ. അവിടേക്കാണ് പുരുഷ നർത്തകർ വന്ന് ഇത് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിതിൻ്റെ ഒരു സ്ത്രൈണതയാണ് ഫോക്കസ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ബോധനക്രമം എന്ന് പറയുന്നത് ലിംഗഭേദമന്യേ ജെൻഡർ ന്യൂട്രലായിട്ട് പഠിക്കാനുള്ള
ഒരു ശരീരഭാഷ ഉണ്ടായി വരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പോൾ ഭരതനാട്യത്തിൽ അത് വന്നു കഴിഞ്ഞു. ഭരതനാട്യം നോക്കൂ, സ്ത്രീകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഭരതനാട്യം കലാക്ഷേത്ര എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിക്കുന്നതിന് മുൻപ് വരെ 35-ലോ 37-ലോ മറ്റാണ് കലാക്ഷേത്ര, എനിക്ക് ആ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സ്ഥാപിക്കപ്പെടുന്നത്. അതുവരെ ദേവദാസികൾ ചെയ്തിരുന്ന നൃത്തമാണ്. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പുരുഷന്മാർ ഈ നൃത്തം പഠിപ്പിക്കാറുണ്ട്, നട്ടുവാങ്കം ചെയ്യാറുണ്ട്. അവർ ഗുരുക്കന്മാരാണ്, പക്ഷെ ഒരിക്കലും പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ കലാക്ഷേത്ര വന്നപ്പോൾ രുക്മിണി ദേവി അരുണ്ടേൽ ചെയ്തൊരു കാര്യം പുരുഷന്മാർക്ക് കൂടെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി, ധനഞ്ജയ മാഷെ പോലെയുള്ള, ചന്ദ്രശേഖരൻ മാഷെ പോലെയുള്ള പുരുഷ നർത്തകർ അവിടെ വന്ന് ഭരതനാട്യം പഠിച്ച് ഒരിക്കൽ ലോക പ്രശസ്തരായ നർത്തകരാണ്. അപ്പോൾ അതിന് അത്തരത്തിലുള്ളൊരു ശരീരഭാഷ ഉണ്ടായിക്കഴിഞ്ഞു. മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ളൊരു വളരെ അടിയുറച്ചൊരു കളരിയിലെ അത്തരത്തിലുള്ളൊരു ശരീരഭാഷ ഉണ്ടായിട്ടില്ല. പക്ഷേ കലാമണ്ഡലം വളരെ ധീരമായിട്ടുള്ളൊരു നിലപാടെടുത്തു. ഇവിടെ മോഹിനിയാട്ടം ആൺകുട്ടികൾക്ക് കൂടെ പഠിക്കാം എന്നുള്ള രീതിയിൽ, ഒരു സർവകലാശാല എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കുറേ മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു. ഇത് കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾ പഠിക്കും. കഴിഞ്ഞ വർഷം ആൺകുട്ടികൾക്ക് കൂടി ഇവിടെ മോഹിനിയാട്ടം പഠിക്കാം, കഥകളി പെൺകുട്ടികൾക്ക് പഠിക്കാം. കഥകളി ഇപ്പോഴല്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ അങ്ങനത്തെ തീരുമാനം എടുക്കുകയും ധാരാളം പെൺകുട്ടികൾ കഥകളിക്ക് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ കഴിഞ്ഞ വർഷം അങ്ങനെ ഭരണസമിതി ഒരു തീരുമാനം കൈക്കൊണ്ടു. ഇവിടെ ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പം നമ്മൾ ശരീരമല്ല കാണുന്നത്. ശരീരം എന്ന് പറയുന്നത് വളരെ വിപ്ലവമായിട്ടുള്ള ഒരു വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതൊരു ആദ്യ കാഴ്ച മാത്രമാണ്. പിന്നീട് ആ കലയാണ് കാണുന്നത്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത്, അതിൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് അപ്രത്യക്ഷമാവുകയും കലയുടെ സൗന്ദര്യം തെളിഞ്ഞു വരികയും ചെയ്യുന്ന ഒരു മാജിക്കാണ് സത്യത്തിൽ വേദികളിൽ നടക്കേണ്ടത്. ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ അത് നേടിക്കഴിഞ്ഞു. ഭരതനാട്യം സത്യത്തിൽ സ്ത്രീകൾ ചെയ്തിരുന്ന നൃത്തരൂപമല്ല, ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി ചെയ്തിരുന്ന ഒരു രൂപമായിരുന്നു. പിന്നീട് അത് സ്ത്രീകളും കൂടെ ചെയ്യാൻ തുടങ്ങി. എല്ലാ കലാരൂപങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒഡീസി ലാസ്യം, ഈ മോഹിനിയാട്ടത്തെ പറയുന്ന പോലെ തന്നെ വളരെ ലാസ്യാത്മകമായിട്ടുള്ളൊരു നൃത്തരൂപമാണ് ഒഡീസി. കേളുചരൺ മഹാപാത്ര എന്ന് പറയുന്ന ഗുരുവാണ് ഇതുപോലെ അതിൻ്റെ ഒരു റിഫോം, ആ ഒരു പുനർജീവന ഘട്ടത്തിൽ അതിൽ പ്രവർത്തിച്ച ഒരാൾ. അദ്ദേഹം പുരുഷനാണ്, പക്ഷെ അദ്ദേഹം നൃത്തം ചെയ്യുന്ന സമയത്ത് അത് പുരുഷനാണ് എന്ന് തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് സ്ത്രീയാണ് എന്ന് തോന്നാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അദ്ദേഹത്തിന്, ശരീരം കൊണ്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പുരുഷ നർത്തകരെ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയും ആ ഒരു എബിലിറ്റി നേടിയെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. അതീവ ജാഗ്രതയോടുകൂടി ഇതിൽ പ്രവർത്തിക്കുക. കാലം ഇതിനൊക്കെ മാറ്റിക്കളയും. ഒരാൾ, ഇപ്പോൾ സത്യഭാമ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല സത്യത്തിൽ മോഹിനിയാട്ടത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് മീഡിയ അടക്കം ഇതിന് കൊടുത്ത ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഒരാളെ മാത്രം ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു വിഷയമല്ല. അല്ല, എനിക്ക് തോന്നുന്നത് ആ ഒരു പേരിൽ നിന്ന്, കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ പേരിൻ്റെ കൂടെ കലാമണ്ഡലം എന്ന പേര് വന്നതോടുകൂടി ഇത് കലാമണ്ഡലത്തിന് കൂടി ഒരു മോശപ്പേരാകുന്ന രീതിയിലേക്ക്. അതൊരിക്കലും കലാമണ്ഡലത്തിൻ്റെ ഒരു ബാധ്യതയല്ല. കലാമണ്ഡലത്തിൽ എത്രയോ പേര് പഠിച്ചു പോകുന്നുണ്ട്, എത്രയോ പേര് ഇവിടെ നിന്ന് പഠിച്ചു പോയി മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ അവർ പഠിച്ച ഒരു കാലം, അവർ ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, അവർ ആർജിച്ചെടുക്കുന്ന രാഷ്ട്രീയ ബോധം, ഇതൊക്കെ അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. പക്ഷെ ഒരു കലാമണ്ഡലം സത്യഭാമ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് കലാമണ്ഡലത്തിൻ്റെ ഒരു കാര്യമേ അല്ല. കലാമണ്ഡലം വളരെ ധീരമായ നിലപാടെടുത്തിട്ട് തന്നെയാണ് ആൺകുട്ടികൾക്ക് കൂടെ ഇത് പഠിക്കണം എന്നുള്ളൊരു നിലപാട് എടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് അത് കുറച്ചുകൂടെ മുന്നേ ആവാമായിരുന്നു. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകാൻ വിവാദത്തിന് ശേഷം ഈ ധീരമായ തീരുമാനം കലാമണ്ഡലം എടുക്കുന്നത് കുറച്ചുകൂടെ മുന്നേ അത് ആവാമായിരുന്നു എന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് കലയിൽ ഇത്തരത്തിലുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ പതുക്കെ സംഭവിക്കുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റമല്ല, പക്ഷെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മാറ്റമില്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല, നമുക്കറിയാം. മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. ഓരോ ആർട്ട് ഫോമിലും സംഭവിക്കുന്ന കാര്യമല്ല. മാറ്റങ്ങളുണ്ടാവട്ടെ. അതെ, മാറ്റങ്ങളുണ്ടാവട്ടെ. ഈ അടുത്ത കാലത്ത് നമ്മുടെ 2024 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത നൃത്തം, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ കാവാലത്തൻ ശ്രീകുമാർ ചേട്ടൻ്റെ വരികളാണെന്ന് തോന്നുന്നു. 10 മിനിറ്റ് സംഗീതം, 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാട്ട് ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു പ്രശസ്തയായിട്ടുള്ള സിനിമാ നടി 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അങ്ങ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്.
ആ ചോദ്യം കേരള സമൂഹം വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. പിന്നീട് അത് കേരള കലാമണ്ഡലം ഏറ്റെടുത്ത് ഡോക്ടർ കലാമണ്ഡല രചിത രവിയുടെ ശിക്ഷണത്തിൽ ഏതാനും വിദ്യാർത്ഥികൾ ആണത് രംഗത്ത് അവതരിപ്പിച്ചത്. സൗജന്യമായിട്ടാണ് ആ പരിശീലനം നടത്തി അവിടെ കളിച്ചത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഈ കേരളത്തിലെ എല്ലാ സാംസ്കാരിക സമിതികളും കലാസമിതികളും ഈ സിനിമ നടിമാരുടെ പുറകെ സഞ്ചരിക്കുകയാണ് ഒരു നൃത്തം അവതരിപ്പിക്കാൻ. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വേണ്ടത്ര വേദികൾ ഒരുപാട് കഴിവുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഇവരുടെ പിന്നാലെ ഇങ്ങനെ കേരളം സഞ്ചരിക്കുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? പിന്നൊന്ന്, ഡോക്ടർ രചിത രവി എന്ന് പറയുന്ന ഈ നൃത്താധ്യാപകയുടെ മറ്റ് പ്രൊജക്റ്റ് വർക്കുകൾ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കുകൾ ഉണ്ടോ ഇപ്പോൾ നടക്കുന്നത്? ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് പറയാം. അത് വലിയ വിവാദമായത് ഇവരിങ്ങനെ പ്രതിഫലം ആവശ്യപ്പെട്ടു, നമുക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു സിനിമ നടി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ഒരാൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നുള്ള വളരെ പൊതുവായിട്ടുള്ളൊരു ബോധം, ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാവുമല്ലോ അത്തരം ആളുകളെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കലാമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ധാരാളം അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. കലാമണ്ഡലം ഇത്തരത്തിൽ വളരെ താല്പര്യപൂർവ്വം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോൾ എന്തുകൊണ്ടൊരു നടിയെ സമീപിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. പിന്നെ പൈസ എത്ര പറഞ്ഞു എന്നുള്ളത് സത്യത്തിൽ അതിൽ വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ആർട്ടിന് എന്തിനാ പൈസ, കല ചെയ്യുന്നവർക്ക് പൈസയുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമ്മൾ ഒരു പരിപാടിക്ക് ഇത്ര പൈസ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ പൈസ വേണോ? അല്ലെങ്കിൽ ആർട്ടിൻ്റെ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്കും അവരുടെ സമയത്തിനും അവരുടെ ഊർജ്ജത്തിനും ഒന്നും ഒരു തരത്തിലും വില കാണാത്ത ഒരു സമൂഹം സത്യത്തിൽ ഇവിടെ ഉണ്ട്, ഒരു വിഭാഗമെങ്കിലും ആളുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ അവർ ആ ഒരു 5 ലക്ഷം ചോദിച്ചു എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അതിനെ അളക്കാൻ പറ്റില്ല. ഒരാളുടെ ക്രിയേറ്റിവിറ്റിയുടെ വില ഇത്രയാണെന്ന് നിശ്ചയിക്കാൻ നമ്മൾ ആരും ആളല്ല. അത് വേറൊരു വിഷയം. പക്ഷേ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് ചോദിച്ചതെന്നുള്ളത് ആലോചിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, സ്കൂൾ കലോത്സവമാണ് എന്നൊക്കെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ആലോചിക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്. അത് ഒരു വശം നിൽക്കുന്നു. പക്ഷെ അതേസമയം കലാമണ്ഡലം അത് സൗജന്യമായി ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ആ അവസരം നമുക്ക് വരികയും വളരെ ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാനും സാധിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഏറ്റവും അധികം ഒരു കവറേജ് കിട്ടിയ ഒരു കാര്യമായിരുന്നു അവതരണ ഗാനം. നമ്മളവിടെ ചെന്നപ്പോൾ തൊട്ട് എല്ലാ മീഡിയയുടെ ഇങ്ങനൊരു വിവാദം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് പങ്കെടുത്ത വിദ്യാലയങ്ങളിലെ കുട്ടികളെ കൂടി നമ്മൾ സ്ക്രീനിങ് നടത്തി ഇതിൽ പങ്കെടുപ്പിച്ചിരുന്നു. മാത്രമല്ല അതിലെ ട്രൈബൽ സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെ കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. മോഹിനിയാട്ടം മാത്രമായിരുന്നു? അല്ല, അതിൽ മോഹിനിയാട്ടം, ഭരതനാട്യവും, കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അതുപോലെ അറബനമുട്ടുണ്ടായിരുന്നു, ഒപ്പന, തിരുവാതിര, മാർഗംകളി, കഥകളി, കളരിപ്പയറ്റ്, ഇങ്ങനെ നമുക്ക് സാധ്യമായിട്ടുള്ള ഗോത്രകലകൾ, ഇപ്രാവശ്യം ഗോത്രകലകൾ കൂടെ മത്സരത്തിന് ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഗോത്രകലകൾ കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പറഞ്ഞ നൃത്ത രൂപങ്ങളൊക്കെ ടീച്ചർക്ക് അറിയുമോ? ഈ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത്, ഞാൻ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. എൻ്റെ കൂടെ വേറെ 2-3 അധ്യാപകരുണ്ടായിരുന്നു. ഇതിൽ ഒപ്പനയും മാർഗംകളിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, നമ്മൾ സ്കൂൾ ഇതുപോലെ കലോത്സവങ്ങൾക്കൊക്കെ വേണ്ടി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ സീക്വൻസസ് ആണ് നമുക്ക് കാണിക്കേണ്ടി വന്നിട്ടുള്ളൂ. കളരിപ്പയറ്റ് പരിശീലിച്ച അധ്യാപകൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ദഫ്മുട്ട് അത് ചെയ്യുന്ന 3 കുട്ടികൾ ചെറുതുരുത്തി സ്കൂളിൽ നിന്നാണ് വന്നത്. അതിൽ പ്രാവീണ്യമുള്ള കുട്ടികൾ. ട്രൈബൽ ആർട്ട് ചെയ്തത് ട്രൈബൽ സ്കൂളിലെ കുട്ടികളാണ്. ആ കുട്ടികളെ, അതും നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടാണ് നമ്മളിത് പഠിപ്പിച്ചത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ്, ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു അത്. പക്ഷെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചരിതാർത്ഥ്യമുണ്ട്. അത് കലാമണ്ഡലത്തിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ടീച്ചറുടെ പുതിയ പ്രൊജക്റ്റുകൾ അത് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. പുതിയ പ്രൊജക്റ്റ് ആലോചനകൾ നടക്കുന്നുണ്ട്. നമുക്കൊരു കൊറിയോഗ്രാഫി രൂപപ്പെട്ട് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ അത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചെയ്യുക അല്ലല്ലോ, നമുക്കിത് ചെയ്യണം എന്ന് വളരെ അത്രയും ഒരു പാഷനേറ്റ് ആയിട്ട് ഒക്കെ ഇത് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് നമ്മൾ അതിലേക്ക് കടക്കുക. അപ്പോൾ മാനസികമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പാകപ്പെടൽ ചിലപ്പോൾ മാസങ്ങൾക്ക് മുന്നെയോ വർഷങ്ങൾക്ക് മുന്നെയൊക്കെ തുടങ്ങും. പക്ഷെ ഇത് കൊറിയോഗ്രാഫിയുടെ രൂപത്തിലെത്തുക വളരെ അവസാനം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കലാമണ്ഡലത്തിൻ്റെ 1-2 പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഊരുഭംഗം എന്ന് പറയുന്ന ഒരു
ഞങ്ങളൊരു ഫിസിക്കൽ തിയേറ്ററായിട്ട് ഇവിടുത്തെ കുറച്ച് അധ്യാപകർ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്പെല്ലാണ്, ഒരു വർക്ക്ഷോപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഏപ്രിൽ മെയ് ഫുൾ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിലാണ്, ഫുൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുക. ഏപ്രിൽ ഞങ്ങൾ വിഷു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെക്കേഷൻ ഇല്ല, ഫുൾ ഇവിടെ ജൂൺ ആദ്യം അതിൻ്റെ അവതരണം ഉണ്ട്. അപ്പോൾ അതൊരു 1.5-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ഫിസിക്കൽ തിയേറ്ററാണ്. വലിയ അധ്വാനം ആവശ്യമുള്ള, പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചൊരു ഫോം അല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു കാൽവയ്പ്പാണ്. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവിടാൻ വേണ്ടി സന്മനസ് കാണിച്ച ടീച്ചർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.